ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എൻട്രി ലേണിംഗ് ആപ്പ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സെറ്റ് എക്സാമിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ പറയാറുണ്ട്, ഏതൊരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിന് മുന്നേ നടന്ന എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഏതൊക്കെ ട്രാക്കിലൂടെയാണ് നമ്മൾ പഠിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2024 ജാനുവരിയിൽ കഴിഞ്ഞ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും നമ്മൾ തരുന്നില്ല. ജസ്റ്റ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, ഏതൊക്കെ ഭാഗത്തു നിന്നാണ്, എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്, അങ്ങനെയുള്ള കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ എക്സ്പ്ലനേഷനും ബാക്കിയുള്ളതൊക്കെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ക്ലാസ് കണ്ട് അത് നോക്കി പഠിച്ചിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3 പാർട്ടുകളായിട്ടാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ 120 ക്വസ്റ്റ്യൻസും ഒരൊറ്റ സ്ട്രെച്ചിന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറിംഗ് ആയിട്ട് തോന്നും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പാർട്ടായിട്ട് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ സിലബസ് ഡിസ്കഷൻ നടത്തിയപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്താ, ഈ പറയുന്ന ബയോ ഇൻഫർമാറ്റിക്സ് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വന്ന ഒരു ഏരിയ കൂടിയാണ് ബയോ ഇൻഫർമാറ്റിക്സ്. അപ്പൊ അതിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ദ പർപ്പസ് ഓഫ് എ ഫാസ്റ്റർ സെർച്ച് ഇൻ സീക്വൻസ് അനാലിസിസ് ഈസ് identifying homologous sequence, predicting protein tertiary structure, then determining RNA secondary structure, analyzing gene expression levels. Okay, അപ്പൊ എന്തായിരിക്കും എൻ്റെ ആൻസർ? ഞാൻ എൻ്റെ ആൻസർ പറഞ്ഞതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം, എൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് അറിയാവോ, എവിടെയെങ്കിലും പഠിച്ചു മറന്ന കാര്യമാണോ, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ പർപ്പസ് ഓഫ് ഫാസ്റ്റർ സെർച്ച് ഇൻ സീക്വൻസ് അനാലിസിസ്. സീക്വൻസ് അനാലിസിസിൽ ഈ ഫാസ്റ്റർ സെർച്ചിങ്ങിന്റെ പർപ്പസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഐഡന്റിഫൈയിങ് ഹോമോലോഗസ് സീക്വൻസ്. ഹോമോലോഗസ് സീക്വൻസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഫാസ്റ്റ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബ്ലാസ്റ്റയും അതേപോലെ ഫാസ്റ്റയും ഒക്കെ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിരിക്കണം. സിലബസ് എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ ഓർക്കുക, ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നത് എന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കാനായിട്ട് ഓർക്കാം കേട്ടോ. ദെൻ നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ഗ്ലിസൺസ് ഇൻഡിവിജ്വലിസ്റ്റിക് കോൺസെപ്റ്റ്, plant communities progress through distinct successional stages towards a selectable climate state are determined by a interaction between species, exhibit predictable patterns of species composition formed due to the specific physiological requirements of individual species. ഇതില് നമുക്ക് മൊഡ്യൂൾ, അതായത് ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഇക്കോളജി എന്നൊക്കെ പറയുന്ന മൊഡ്യൂളിൽ വന്നൊരു ഭാഗമാണ്. വ്യക്തമായിട്ട് നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഗ്ലിസൺസ് ഇൻഡിവിജ്വലിസ്റ്റിക് കോൺസെപ്റ്റ് എന്താണെന്ന്. ഓക്കെ, ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി മേക്ക് ചെയ്യുന്നതിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ക്യാരക്ടേഴ്സ്, ഒരു എൻവയോൺമെന്റ് വേരിയേഷൻസ്, ഇതെല്ലാം തന്നെ അതിൻ്റെതായുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഗ്ലിസൺസ് കോൺസെപ്റ്റ് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസറിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ആൻസർ പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഫോം due to a specific physiological requirement of a individual species. അല്ലെ, ഓരോ ഇൻഡിവിജ്വൽ സ്പീഷീസിനും അതിൻ്റെതായിട്ടുള്ള എന്തുണ്ട്, ഒരു സ്പെസിഫിക് ഫിസിയോളജിക്കൽ റിക്വയർമെന്റ്സ് ഉണ്ട്. അപ്പൊ അതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആര് പറയുന്നത്, ഗ്ലിസൺസ് കോൺസെപ്റ്റ് പറയുന്നത്. ഇതെല്ലാം റീസെന്റ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച കാര്യങ്ങളാണ്. ഒരുപാട് പഴയ ക്വസ്റ്റ്യൻസ് എല്ലാം വിട്ട് നമ്മുടെ ട്രെൻഡ്സ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതനുസരിച്ച് തന്നെ നമ്മൾ അപ്ഡേറ്റഡ് ആവാം. ഓക്കെ, the term which refer to the smallest recognizable unit in phytosociological stratification, typically representing a community with distinct vegetation features. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഏത് ഓപ്ഷൻ ആണ് എന്നാണ് ചോദിക്കുന്നത്. കമ്മ്യൂണിറ്റി അസോസിയേഷൻ, പ്ലാൻ ഫോർമേഷൻ, ഫൈറ്റോ കൊയിനോസിസ്, then അതേപോലെ എക്കോളജിക്കൽ നിഷ്. ഏതായിരിക്കാം അതിന്റെ ആൻസർ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏത് ടേം ആണ് വിച്ച് റെഫർ ടു എ സ്മോളസ്റ്റ് റെക്കഗ്നൈസബിൾ യൂണിറ്റ് ഇൻ ഫൈറ്റോസോഷ്യോളജിക്കൽ ക്ലാസിഫിക്കേഷൻ? ഒരു ചെറിയ
നമുക്ക് റെക്കഗ്നൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ്. അതേപോലെ തന്നെ ടിപ്പിക്കൽ റെപ്രസെന്റിങ് എ കമ്മ്യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്യുവാണ്. പക്ഷെ അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കുറെ സ്പീഷീസ് ഉണ്ടാവും. അതായത് ഒരു പെർ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് പ്ലാന്റ് ആണ് അല്ലെങ്കിൽ കുറച്ച് കമ്മ്യൂണിറ്റി ആണ്. പക്ഷെ അതിൽ തന്നെ എന്ത് വ്യത്യാസം ഉണ്ടായിരിക്കും? ഒരു വെജിറ്റേഷൻ സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫൈറ്റോകോയിനോസിസ് എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ എക്കോളജിക്കൽ നിഷയൊക്കെ മിക്കവാറും എക്സാമിന് ചോദിക്കാറുണ്ട്. എക്കോ ടൈപ്പ്, എക്കോട്ടോൺ, കീസ്റ്റോൺ സ്പീഷീസ്, അംബ്രല സ്പീഷീസ്, അങ്ങനെയുള്ള കുറേ ടേംസ് മിക്കവാറും നമ്മുടെ എക്സാംസിനൊക്കെ ചോദിച്ച് കാണാറുള്ള ടേംസ് കൂടിയാണ്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴേക്കും എ മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഇൻ പ്ലാന്റ് which lead to the development of interveinal chlorosis in young leaf. ഇത് നമ്മുടെ പ്ലാന്റ് ഫിസിയോളജിയിലേക്ക് വരുമ്പോഴേക്കും ഉള്ളൊരു ടോപ്പിക്കാണ്. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. ഇതിൽ ഏത് മൈക്രോന്യൂട്രിയന്റ് ഡെഫിഷ്യൻസിയാണ് പ്ലാന്റ്സിൽ ഇന്റർവെയിനൽ ക്ലോറോസിസിന് കാരണമായിട്ട് വന്നതെന്ന്. അത് ചില മൈക്രോന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി ഓൾഡർ ലീഫിനെ ആയിരിക്കും മെയിനായിട്ടും എന്താ പറയാ ബാധിക്കുന്നത് അല്ലെങ്കിൽ കോസ് ചെയ്യുന്നത്. ചിലത് യങ് ലീഫ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലത് പല ഭാഗങ്ങളായിരിക്കും. അപ്പൊ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതൊരു മൈക്രോന്യൂട്രിയന്റ് ആണ്. അതേപോലെ എഫക്ട് ചെയ്യുന്നത് നമ്മുടെ യങ് ലീഫിൽ എന്തുണ്ടാക്കുന്ന പറഞ്ഞത്? ഇന്റർവെയിനൽ ക്ലോറോസിസ് ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ വന്നത് ഓപ്ഷൻ എ ആണ്. അയൺ ആണ് ആ ഒരു മൈക്രോന്യൂട്രിയന്റ് കാറ്റഗറിയിൽ വന്നത്. Next, which following fungal infection often found in immunocompromised patient is caused by an opportunistic fungus that commonly infect the lungs can spread to the other organ. ഇതിൽ ഏത് ഫംഗൽ ഇൻഫെക്ഷൻ ആണ്, ഏത് ഫംഗസ് കോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന് ചോദിക്കുന്നത്. അത് നമ്മുടെ എന്താ പറയാ പയ്യെ അത് ഇൻഫെക്ട് ചെയ്തിട്ട് എങ്ങോട്ട് ചെയ്യും? നമ്മുടെ ലങ്സും ബാക്കിയുള്ള ഓർഗൻസിനെയൊക്കെ ആ ഒരു സ്പ്രെഡിങ് ഇങ്ങനെ കാര്യമായിട്ട് ബാധിക്കും. അതിൽ ആസ്പെർഗിലോസിസ്, കാൻഡിഡയാസിസ്, അതേപോലെ ക്രിപ്റ്റോകോക്കോസിസ്, അതേപോലെ മ്യൂക്കർ മൈക്കോസിസ്. ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ഫംഗൽ ഇൻഫെക്ഷൻ ആണ് എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ആൻസർ വന്നത് ഓപ്ഷൻ സി ആണ്. ക്രിപ്റ്റോകോക്കോസിസ് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഫംഗൽ ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് നമ്മുടെ പേഷ്യന്റിൽ കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനായിട്ട് കാരണമായിട്ട് മാറുന്നത്. നെക്സ്റ്റ്, the enzyme which is responsible for unwinding the DNA helix during replication. നമ്മൾ റെപ്ലിക്കേഷൻ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഫെമിലിയർ ആയിട്ടുള്ളൊരു എൻസൈം തന്നെയാണ് DNA പോളിമറൈസ്, ഹെലിക്കേസ്, ലിഗേസ്, ടോപ്പോ ഐസോമെറൈസ്. ഏതായിരിക്കാം? അൺവൈൻഡിങ്, നമ്മുടെ DNA ഹെലിക്സിന്റെ ആ ഒരു അൺവൈൻഡിങ്ങിന് വേണ്ടി റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ വന്നത് ഓപ്ഷൻ ബി ആണ്, ഹെലിക്കേസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, നമ്മൾ ഓരോ പോർഷൻസ് പഠിക്കുമ്പോഴും എങ്ങനെ പഠിക്കണം, അതായത് ഇന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വന്നത്, അല്ലെങ്കിൽ ഇത് ചോദിച്ചിട്ടുണ്ട്, ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇതൊരു ഐഡിയ നമുക്ക് എപ്പോഴും വരണം. അതല്ലാതെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചവറ് പോലെ പഠിച്ച് നമ്മുടെ തലയിൽ നിറച്ചിട്ടൊരു കാര്യമില്ല. എന്ത് ചെയ്യണം? എപ്പോഴും ഇതേപോലെ ആലോചിക്കുക. ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന വരാം, ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള രീതിക്ക് നമ്മൾ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In biochemistry, what does the term allosteric regulation refers to? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സിലബസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഈ allosteric റെഗുലേഷൻ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണെന്ന്. അപ്പോൾ ബയോകെമിസ്ട്രി എന്ന് പറയുന്ന ഭാഗത്ത് allosteric റെഗുലേഷൻ എന്നുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The enzyme inhibition by a product of the reaction, regulation of enzyme activity by binding of a molecule to a site other than active site, enzyme activation by a cofactor, and feedback inhibition of enzyme activity. ഇതിൽ എന്താണ് ഒരു മീനിങ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. റെഗുലേഷൻ ഓഫ് എൻസൈം ആക്ടിവിറ്റി ബൈ ബൈൻഡിങ് ഓഫ് എ മോളിക്യൂൾ ടു എ സൈറ്റ് അതർ ദാൻ ദ ആക്റ്റീവ് സൈറ്റ്. ഇപ്പം നോർമലി ഒരു ആക്റ്റീവ് സൈറ്റിലായിരിക്കും അവർ ബൈൻഡ് ചെയ്യുന്നത്, പക്ഷെ അതിൽ കൂടാതെ അല്ലെങ്കിൽ ആക്റ്റീവ് സൈറ്റ് അല്ലാതെ വേറൊരു സൈറ്റിലായിരിക്കും ഇവിടെ എന്ത് കാണുന്നത്?
ആ ഒരു ബൈൻഡിങ് കാണുന്നത്. അപ്പം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ശരിക്കും എല്ലോസ്റ്റിക് റെഗുലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പ്രോട്ടീനുമായിട്ട് കണക്ട് ചെയ്തെന്നൊക്കെ പറയാവുന്ന ഒരു ടേം കൂടിയാണ് കേട്ടോ എല്ലോസ്റ്റിക് റെഗുലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് alternative സ്പ്ലൈസിങ്ങിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ alternative splicing, what determine the specific exon include in mature mRNA? അതായത് ഒരു alternative splicing നമ്മൾ എടുക്കുവാണെങ്കിൽ അതിൽ നമ്മുടെ ഒരു സ്പെസിഫിക് എക്സോൺസ് ഉണ്ടല്ലോ, അതായത് mRNA ഒരു മെച്യൂർ mRNA കാണുന്ന ഒരു സ്പെസിഫിക് എക്സോൺ എന്താണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, ഞാൻ ഒരുപാട് എക്സ്പ്ലനേഷനിലേക്ക് ഒന്നും ഞാൻ ഈ ഭാഗത്തേക്ക് പോകുന്നില്ല, കാരണം നമുക്ക് ക്ലാസ്സുകളിൽ നമ്മൾ വെൽ എക്സ്പ്ലെയിൻ ചെയ്താണ് ഇത് പഠിക്കുന്നത്. സോ ആ ഭാഗത്ത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ ഇവിടെ വന്നത് എൻഡോന്യൂക്ലിയേസ്, എക്സോൺ ഇൻട്രോൺ ബൗണ്ടറി മ്യൂട്ടേഷൻ, സ്മോൾ ന്യൂക്ലിയർ RNAs അല്ലെങ്കിൽ SNRNA, റെഗുലേറ്ററി പ്രോട്ടീൻ ആൻഡ് RNA സ്പ്ലൈസിംഗ് ഫാക്ടേഴ്സ്. നമ്മുടെ ആൻസർ വന്നത് ഓപ്ഷൻ ഡി ആണ്. റെഗുലേറ്ററി പ്രോട്ടീൻസ് ആൻഡ് RNA സ്പ്ലൈസിംഗ് ഫാക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ്, a lower e-value specified in a BLAST search result in higher sequence similarity, lower sequence similarity, higher query coverage, lower query coverage. ഇതും വീണ്ടും നമ്മുടെ ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ബ്ലാസ്റ്റ്. ഓക്കെ, അപ്പൊ ബ്ലാസ്റ്റില് ലോവർ ഇ വാല്യൂ സിഗ്നിഫൈ ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇനി ബ്ലാസ്റ്റ് സെർച്ച് റിസൾട്ട് എന്തായിരിക്കാം? അതിന്റെ ആൻസർ പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഹയർ സീക്വൻസ് സിമിലാരിറ്റി ആണ് നമുക്കവിടെ കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ബോത്ത് കൊഫാക്ടേഴ്സ് ആൻഡ് കോഎൻസൈം? നമുക്ക് കുറച്ചും എന്താ പറയാ ഇത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. Zn2+, FAD+, NAD+, ആൻഡ് Cu2+. ഇതിൽ ഏതാണ് ഒരു കൊഫാക്ടേഴ്സും അറ്റ് ദ സെയിം ടൈം കോഎൻസൈം ആയിട്ടും ആക്ട് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. കൊഫാക്ടേഴ്സ് കോഎൻസൈം എന്താണെന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 1 and 4 only, 2 and 3 only, 1, 2, 3 and 4 only, 2, 3 and 4 only. ഏതായിരിക്കും ആൻസർ വന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 and 3 only ആണ്. എന്തൊക്കെയാണ്? FAD+ഉം NAD+ഉം ആണ് എന്തായിട്ട് വന്നത്? ബോത്ത് കൊഫാക്ടേഴ്സ് ആൻഡ് കോഎൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. And next, which of the following is a purely a global alignment algorithm used for sequence comparison? അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്യുവർലി ഗ്ലോബൽ അൽഗോരിതം അലൈൻമെന്റ് അൽഗോരിതം ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സീക്വൻസ് കമ്പാരിസൺസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൽ സ്മിത്ത് വാട്ടർമാൻ അൽഗോരിതം, ബ്ലാസ്റ്റ് അൽഗോരിതം, ഫാസ്റ്റ അൽഗോരിതം, നീഡിൽമാൻ വൺസ് അൽഗോരിതം ഏതായിരിക്കാം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നേരത്തെ പറഞ്ഞു ബയോഇൻഫർമാറ്റിക്സ് എന്നുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഉള്ളത്. അതിന്റെ ആൻസർ പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നീഡിൽസ്മാൻ വൺസ് അൽഗോരിതം ആണ് എന്തിന് യൂസ് ചെയ്യുന്നത്? ഒരു ഗ്ലോബൽ അലൈൻമെന്റ് അൽഗോരിതം നമ്മൾ സീക്വൻസ് കമ്പാരിസണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ the rate limiting enzyme in the pentose phosphate pathway. പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേയിലുള്ള ഒരു റേറ്റ് ലിമിറ്റിംഗ് എൻസൈം ഏതാണ്? ഗ്ലൂക്കോസ് 6-phosphate dehydrogenase, ഫ്രക്ടോകൈനേസ്, ഹെക്സോകൈനേസ്, ആൽഡോലേസ്. ഏതായിരിക്കാം അതിന്റെ ആൻസർ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേയില ഓപ്ഷൻ എ ആണ്. ഗ്ലൂക്കോസ് 6-phosphate dehydrogenase ആണ് നമ്മളെ പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേയിൽ യൂസ് ചെയ്യുന്ന എന്തെന്ന് പറയുന്നത് എൻസൈം അല്ലെങ്കിൽ റേറ്റ് ലിമിറ്റിംഗ് എൻസൈം എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ മോളിക്യൂൾ വിച്ച് സർവ് ആസ് എ സെക്കൻഡറി മെസ്സഞ്ചർ. ഇതിൽ സെക്കൻഡറി മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ്. ZAMP ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഒരു സെക്കൻഡറി മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യാൻ ചിലപ്പോൾ. കാരണം ബയോഇൻഫർമാറ്റിക്സും മൊളിക്കുലർ ബയോളജിയൊക്കെ ഇട്ട് നമ്മളിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ആസ് എ ബോട്ടണി സ്റ്റുഡൻറ് അല്ലേ, നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ട്രഡീഷണൽ ബോട്ടണിനോട് കുറച്ചധികം ഇഷ്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൽഗിയും ബ്രയോഫൈറ്റും ജിംനോസ്പേം ഒക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് അല്ലെ. ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, എങ്കിൽ തന്നെ ഒരു പകുതി പെർസെൻറ്റേജ് ആൾക്കാർക്കും അങ്ങനെ തന്നെ ആവണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആവാൻ പറ്റുന്ന ഒരു മോഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിനി പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ആൽഗിയിൽ നിന്നാണ്, ഫൈക്കോളജി ആണ്.
The pigment responsible for the red coloration in red algae. റെഡ് ആൽഗി എന്ന് പറയുമ്പോൾ റോഡോഫൈസി ആണ്. ഈ റോഡോഫൈസിയെ അല്ലെങ്കിൽ റെഡ് ആൽഗി എന്ന് പറയാനുള്ള കാരണം എന്താ? അവരുടെ ബോഡിയിൽ കാണുന്ന റെഡ് കളർ പിഗ്മെന്റ് ആണ്. അപ്പൊ ഏത് പിഗ്മെന്റ് ആണ് അതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, ഫൈക്കോ എറിത്രിൻ ആൻഡ് ഫൈക്കോസയാനിൻ. ആ എറിത്രിൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, റെഡ് ആണ് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് +1 അല്ലെങ്കിൽ +2 ക്ലാസ്സുകൾ മുതലേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ നമ്മുടെ ആൻസർ പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, in which habitat would you most likely find entolithic algae? Entolithic algae എന്താണ്? entolithic എന്ന് പറഞ്ഞാൽ എൻഡോ മീൻസ് ഉള്ളിൽ, അല്ലെങ്കിൽ നമ്മുടെ ലിത്തിക് മീൻസ് പാറ അല്ലെ, പാറയിൽ കാണുന്നത് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ആൻസറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞതിന് ചെയ്തു. ഡീപ്പ് ഓഷ്യൻ വാട്ടേഴ്സ്, കോറൽ റീഫ്, വിത്തിൻ റോക്സ് ഓർ അതർ സബ്സ്ട്രേറ്റ്, ഫ്ലോട്ടിംഗ് ഓൺ ദ വാട്ടർ സർഫസ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്താൻ പറ്റും. നമ്മുടെ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. വിത്തിൻ ദ റോക്സ് ഓർ അതർ സബ്സ്ട്രേറ്റ് ആണ് ആൻസർ ആയിട്ട് വന്നത്. നെക്സ്റ്റ്, the phylum of algae which include the giant kelp, one of the fastest growing organism in the world. Chlorophyta, Phaeophyta, Rhodophyta, Euglenophyta. ഏതായിരിക്കാം? ജൈന്റ് കെൽപ്പ്, ഏറ്റവും എന്താ പറയുക വിഗ്രസ്ലി ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന ജൈന്റ് കെൽപ്പാണ്. അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏത് ആൽഗൽ ഗ്രൂപ്പിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് വെരി സിമ്പിൾ ആണ്, ഫിയോഫൈറ്റയാണ് അതിന്റെ ആൻസർ ആയിട്ടും വരുന്നത്. And next question, which is the function of pyrenoids in a certain types of algae? Pyrenoid എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോറേജ് ബോഡിയാണ് ആൽഗയുടെ ബോഡിയിൽ കാണുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ സ്റ്റോറേജ് കൂടാതെ ചില ആൽഗകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പൈറനോയിഡ്സ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതെന്തായിരിക്കും? റിപ്രൊഡക്ഷൻ ആണോ, സെൻസ് ലൈറ്റ്, സ്റ്റോറേജ് ഓഫ് പ്രോട്ടീൻ, ഇൻവോൾവ് ഇൻ ദ ഓപ്പറേഷൻ ഓഫ് കാർബൺ കോൺസെൻട്രേഷൻ പ്രോസസ്സ്. ഏതായിരിക്കാം? ഈ സ്റ്റോറേജ് കാണുമ്പോൾ നമ്മളിപ്പോൾ കുറച്ചൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ സ്റ്റോറേജ് അല്ല ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടതെന്ന് നമുക്കറിയാം. പിന്നെ എന്തായിരിക്കാം എന്ന് ഇങ്ങനെ കുറച്ച് ചിന്തിച്ച് നോക്കി ഏതായിരിക്കും ആൻസർ. നമ്മുടെ ആൻസർ ആൻഡ് ഓപ്ഷൻ ഡി ആണ്. ഇൻവോൾവ് ഇൻ ദ ഓപ്പറേഷൻ ഓഫ് എ കാർബൺ കോൺസെൻട്രേഷൻ പ്രോസസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the algae responsible for the harmful algal bloom or red tide that can produce toxins harmful to the marine life and human. Diatom, Cyanobacteria, Dinoflagellates or brown algae. ഏതായിരിക്കാം ഒരു ഹാംഫുൾ ആൽഗൽ ബ്ലൂം അല്ലെങ്കിൽ റെഡ് ടൈഡ് കോസ് ചെയ്യുന്ന ഓർഗാനിസം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഡയാറ്റം നമുക്കറിയാം, ക്രൈസോഫൈറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന മെമ്പറാണ് ഡയാറ്റം. നമുക്ക് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയാറ്റമേഷ്യസ് എർത്ത് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രധാന പങ്ക് അല്ലെങ്കിൽ അതിനുവേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ഡയാറ്റം എന്ന് പറയുന്നത്. അതേപോലെ നൈട്രജൻ ഫിക്സേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് സൈനോബാക്ടീരിയാസ് വരുന്നത്. ദെൻ ബ്രൗൺ ആൽഗയും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മുടെ ആൻസർ ഇവിടെ വന്നത് ഡൈനോഫ്ലജലേറ്റ്സ് ആണ്. എന്ത് കോസ് ചെയ്യുന്നത്? റെഡ് ടൈഡ് കോസ് ചെയ്യുന്ന ഓർഗാനിസം. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ സി കംപ്ലീറ്റ് ആയിട്ട് ഒരു റെഡ് കളറേഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമുക്കൊരു ഹാംഫുൾ ആയിട്ടുള്ള ആൽഗൽ ബ്ലൂം അത് കോസ് ചെയ്യുന്നു. അവിടെ ജീവിക്കുന്ന ബാക്കിയുള്ള മറൈൻ ആനിമൽസിനും പ്ലാന്റ്സിനും ആവശ്യമായിട്ടുള്ള ഓക്സിജനോ സൺലൈറ്റോ ഒന്നും കിട്ടാത്ത കണ്ടീഷൻ വരാനായിട്ടും ആര് കാരണമാകുന്നുണ്ട്? ഡൈനോഫ്ലജലൈറ്റ്സ് കാരണമാകുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the technique commonly used to overcome incompatibility barriers in intergenic hybridization. ഇതില് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, the technique commonly used to overcome in the incompatibility barriers in intergenic hybridization. Intergenic hybridization എന്ത് ഓവർകം ചെയ്യാൻ വേണ്ടി? ഓവർകം ദ ഇൻകമ്പാക്ടിബിലിറ്റി ബാരിയേഴ്സ്. ഇൻകമ്പാക്ടിബിലിറ്റി ബാരിയേഴ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിക്കുന്നത്. എംബ്രിയോ റെസ്ക്യൂ, സെൽഫ് പോളിനേഷൻ, മ്യൂട്ടേഷൻ ബ്രീഡിംഗ് ഓർ ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റിംഗ് അല്ല എന്ന് നമുക്ക് എന്തായാലും അറിയാം അല്ലെ. പിന്നെ എന്തായിരിക്കാം? സെൽഫ് പോളിനേഷനും അല്ല ആൻസർ.
പിന്നെ നമുക്ക് ഡൗട്ടായിട്ട് കിടക്കുന്നത് ഓപ്ഷൻ എ ഓ സി ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, എംബ്രിയോ റെസ്ക്യൂ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. And next question, the bacteria genus which include species that are known for the ability to nitrogen in the root nodules of the leguminous plant. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമുക്ക് ഭയങ്കര കാം ആൻഡ് കൂൾ ആകാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ഇങ്ങനെ ചെറിയ ക്ലാസ്സിലേക്ക് ഇറങ്ങി ചെന്ന പോലെ ഫീലിംഗ് ആണ്. ലെഗ്യുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ട് നോഡ്യൂൾസിലേക്ക് കാണുന്ന നൈട്രജൻ ഫിക്സേഷന് കപ്പാസിറ്റി ഉള്ള ബാക്ടീരിയം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഓപ്ഷൻസ് ഒന്നും പറയാതെ നിൽക്കുന്ന നേരെ ആൻസറിലേക്ക് നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. ഏതാണ്? റൈസോബിയം ആണ് നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. And next question, the primary function of the bacterial capsule is facilitate movement, protection against phagocytosis, reproduction and nutrient absorption. പ്രൈമറി ഫംഗ്ഷൻ ആണ് ചോദിക്കുന്ന ബാക്ടീരിയൽ ക്യാപ്സ്യൂളിന്റെ, ആൻഡ് ദാറ്റ് ഈസ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഫാഗോസൈറ്റോസിസ് അല്ലെ. ഫാഗോസൈറ്റോസിസ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലെ. സെൽസിനെ വിഴുങ്ങി നശിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ WBCs ഈ ബാക്ടീരിയാസിനെയൊക്കെ വിഴുങ്ങി നശിപ്പിക്കും അല്ലെ, നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറയും. അപ്പൊ അതിൽ നിന്നുമുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് ആര് കൊടുക്കുന്നത്? നമ്മുടെ ബാക്ടീരിയൽ ക്യാപ്സ്യൂൾസ് അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the bacterial genus responsible for causing Lyme disease, a tick-borne illness characterized by fever, headache, fatigue, and a characteristic skin rash. Borrelia, Mycobacterium, Clostridium, and Treponema. ഏതായിരിക്കാം? ഏത് ജീനസ് ആണ്? ഒരു ലൈം ഡിസീസ്, അതായത് നമ്മുടെ ഒരു ടിക് ബോൺ ഡിസീസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ചെല്ലിയൊക്കെ കുത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡിസീസാണ്. അതിൽ ഭയങ്കരമായുള്ള പനി, തലവേദന, തളർച്ച, പിന്നെ സ്കിൻ റാഷസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതിൽ ഏതിലുള്ള ഓർഗാനിസം ആണ് ഇത് കോസ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആൻഡ് അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ, ബൊറേലിയ ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ബൊറേലിയ ഓർത്ത് വെക്കുക, ഒരു ടിക് ബോൺ ഇൽനെസ് ആണ്. അതുമായി കണക്ട് ചെയ്ത് നമുക്ക് ഫീവറും ഹെഡേക്കും ഒക്കെ തന്നെ വരാം. ആൻഡ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എ വൈറൽ പ്രോട്ടീൻ കോഡ് ഓർ ക്യാപ്സിഡ്? Translation of viral mRNA, targeting of the viral genome to its sites of replication, cell to cell and or systemic movement of the virus, activation of our gene mediated host defense. ഏതായിരിക്കാം ഫങ്ഷൻ ഓഫ് ദ വൈറൽ പ്രോട്ടീൻ കോട്ട്? നമ്മുടെ ക്യാപ്സിഡ് എന്ന് വിളിക്കുന്ന വൈറസിന്റെ പ്രോട്ടീൻ കോട്ട് ഉണ്ടല്ലോ, അതിന്റെ ഒരു മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും ആൻസർ? എല്ലാം വന്നുണ്ട് അല്ലെ, വൈറൽ ആർഎൻഎയുടെ ട്രാൻസ്ലേഷൻ ചെയ്യുന്നുണ്ട് അത്. അതേപോലെ തന്നെ ടാർഗറ്റിംഗ് ഓഫ് ദ വൈറൽ ജീനോം ടു ഇറ്റ്സ് സൈറ്റ് ഓഫ് റെപ്ലിക്കേഷൻ, ദെൻ സെൽ ടു സെൽ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് മൂവ്മെന്റ് ഓഫ് ദ വൈറസിന്റെ മൂവ്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹോസ്റ്റ് ഡിഫൻസിന് വേണ്ടിയിട്ടും ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ ഇതിന്റെ ക്യാപ്സിഡ് അവരെ സഹായിക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, identify the viral enzyme responsible for converting RNA to DNA during the replication of retrovirus. അല്ലെ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള, കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പേര് കൂടിയാണ്. അപ്പൊ റിട്രോവൈറസ് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിലോ ഓർ ആനിമൽസിലോ ഡിസീസ് കോസ് ചെയ്യുന്ന ഒരു വൈറസ് ആണ് റിട്രോവൈറസ് എന്ന് പറയുന്നത്. ഈ വൈറസ് നമ്മുടെ ബോഡിയിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കൺവേർഷൻ നടത്തുന്നുണ്ട്, അതായത് RNA DNA ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എൻസൈം ഏതാണെന്നാണ് ചോദിക്കുന്നത്. RNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ്, RNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ്, DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് ആൻഡ് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ്. ഇപ്പൊ കുറച്ച് എൻസൈംസിന്റെ പേര് തന്നിട്ടുണ്ട്. അതില് ഏതാണ്? RNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് ആണ് അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വൈറൽ എൻസൈം എന്ന് പറയുന്നത്. Next, the fungal disease caused by a group of fungi known as dermatophyte are commonly affect skin, hair and nail in human and animals. Human beings നും ആനിമൽസിലും നമ്മുടെ സ്കിന്നിലും ഹെയറിലും നെയിൽസിലൊക്കെ കോസ് ചെയ്യുന്ന ഡിസീസ് കോസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഫംഗി അല്ലെ, ഏതാണെന്ന് ചോദിക്കുന്നത്. കാൻഡിഡയാസിസ്, റിംഗ്വാം, ആസ്പെർഗിലോസിസ്, ദെൻ ഹിസ്റ്റോപ്ലാസ്മോസിസ്. ഏതായിരിക്കാം? സ്കിന്ന് അതേപോലെ ഹെയർ നെയിലിനൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ, റിംഗ് വേം ആണ് അല്ലെ. നമ്മുടെ നെയിൽസിലൊക്കെ മെയിൻ ആയിട്ടും ഡിസീസ് കോസ് ചെയ്യുന്നത് ആരാണ്? റിംഗ് വേം ആണ്. ഇത് കാൻഡിഡൈസിസ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നാം, ബട്ട് നമ്മുടെ ആൻസർ പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, ദ ഫംഗൽ ഫൈലം
which include fungi that produce a motile spore and are often found in aquatic habitat. ഇതിൽ ഏത് ഗ്രൂപ്പാണ് motile spores പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? അതേപോലെ അക്വാട്ടിക് ഹാബിറ്റാറ്റിലാണ് നമ്മൾ ഇവരെ കാണുന്നത്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഐ തിങ്ക് ഒരു തേർഡ് മൊഡ്യൂളൊക്കെ ആയിട്ട് വന്ന മൈക്കോളജി എന്നൊരു ക്വസ്റ്റൻ ആണ് അല്ലേ. ആസ്കോമൈക്കോട്ട, ബസിഡിയോമൈക്കോട്ട, കൈട്രിഡിയോമൈക്കോട്ട, ദെൻ ഗ്ലോമറോമൈക്കോട്ട. ഏതായിരിക്കാം? motile spores പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് ദേ ആർ ഫൗണ്ട് ഇൻ aquatic habitat. aquatic habitatൽ കാണുന്ന ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ക്രൈറ്റിഡോമൈക്കോട്ട എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വീണ്ടും ഫംഗസ് ആണ് കേട്ടോ, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. ദ ഫംഗൽ കമ്പോണന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ സം മോൾഡ് ആൻഡ് ക്യാൻ കണ്ടാമിനേറ്റ് ഫുഡ് കോസിങ് ടോക്സിക് എഫക്ട് ഇൻ ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ്. ഒരു ഫംഗൽ കോമ്പൗണ്ട് ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ, നമ്മുടെ ഫുഡിനെയൊക്കെ കണ്ടാമിനേറ്റ് ചെയ്തോ നമുക്കും സെയിം ടൈം ആനിമൽസിനും ഡിസീസ് കോസ് ചെയ്യുന്നൊരു കൂട്ടരാണ്. അപ്പൊ എന്താണ് കെമിക്കൽ കമ്പൗണ്ട് എന്നാണ് ചോദിക്കുന്നത്? എർഗോട്ടമിൻ, അഫ്ലടോക്സിൻ, പെൻസിലിൻ, ദെൻ സൈക്ലോസ്പോറിൻ. ഇതിൽ നമുക്കറിയാം എന്താ, ഓപ്ഷൻ സി എന്തായാലും അല്ല എന്ന് നമുക്കറിയാം. ദെൻ ഏത് കോമ്പൗണ്ട് ആണ്? അഫ്ലടോക്സിൻ എന്ന് പറയുന്നതാണ്. നമ്മൾ ചില മെഡിസിനിലൊക്കെ നമുക്ക് കാണാം അല്ലെ, എന്താ ആന്റി അഫ്ലാടോക്സിൻ എന്നൊക്കെ പറഞ്ഞത്, അതായത് അഫ്ലാടോക്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ചില മെഡിസിൻസ് ഒക്കെ നമ്മൾ എടുക്കാറുണ്ട്. ഓക്കെ, and then next question, which fungal structure allow certain fungi to survive adverse conditions such as lack of nutrient or dehydration? Conidia, Sporangium, Clerotium, then Ascospore. ചില ഫംഗസുകളിൽ അവർക്ക് ഈ ഒരു വരൾച്ച അല്ലെങ്കിൽ വെള്ളമില്ലാത്തൊരു കണ്ടീഷനെയും ആൻഡ് ദ സെയിം ടൈം ഫുഡ് കിട്ടാത്തൊരവസ്ഥയും വരുമ്പോൾ അതിൽ നിന്നും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നത് ഏത് ഭാഗമാണ് അല്ലെങ്കിൽ അവരുടെ ഏത് പാർട്ടാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ക്ലീറോട്ടിയം എന്ന് പറയുന്ന ഭാഗമാണ്. എന്തായാലും കൊനീഡിയ, സ്പൊറാഞ്ചിയം ഒന്നും അല്ല എന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെയും ചിലവർക്കെങ്കിലും ഒരു ഡൗട്ട് കിട്ടുന്നത് ആസ്കോസ്പോർ എന്നാണ്. പക്ഷെ എന്നാലും ഇല്ല, നമുക്ക് ഒറ്റയടിക്ക് എഴുതാം. എന്താ, സ്ക്ലെറോട്ടിയം ആണ് ആൻസർ, നമുക്ക് വേഗം എത്താൻ പറ്റൂ കേട്ടോ. ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചർ ഇൻ ഫേൺ aids in spore dispersal and is often found on the underside of the frond? ഇതില് ഏത് സ്ട്രക്ചർ ആണ് ഫേൺസിൽ എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്? സ്പോർ ഡിസ്പേഴ്സൽ ആൻഡ് ഫൗണ്ട് ഓൺ ദ അണ്ടർ സൈഡ് ഓഫ് ദ ഫ്രോണ്ട്. ഫ്രോണ്ടിന്റെ താഴെയായിട്ട് കാണുന്ന സ്ട്രക്ചർ ആണ് സോറസ്, ഇൻറ്റൂസിയം, ഫിഡിൽ ഹെഡ്, ദെൻ റൈസോം. ഏതായിരിക്കാം? സ്പോർ ഡിസ്പേഴ്സലിന് വേണ്ടിയൊക്കെയാണ് ഇവർ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇൻറ്റൂസിയം ആണ് അല്ലെ. ഇൻറ്റൂസിയം നമ്മുടെ ടെഡോളജി ആ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ അതിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in the APG4 system of angiosperm classification, which of the following is a eudicot order that include plant like apple, cherries? ആപ്പിളും ചെറിയൊക്കെ വന്നത് ഓർഡർ ഏതാണെന്ന് ചോദിക്കുന്നത് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. റാനങ്കുലൈൽസ്, ഫാബിൽസ്, റോസെയിൽസ്, ലാമിയൽസ്. ഏതാ? ആപ്പിളും ചെറിയൊക്കെ വരാന്ന് പറയുമ്പോൾ ആപ്പിളിന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ, ദാറ്റ് ഇസ് റോസെയിൽസ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. Next question, the term which refer to the taxonomic group that consists of all the descendants of a common ancestor, both extinct and extant species. ഇതിൽ ഏത് ടേം ആണ് ഒരു ടാക്സോണമിക് ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? അതായത് ഒരു കോമൺ ആൻസിസ്റ്റർ ആയിരിക്കും, അതേപോലെ ബോത്ത് എക്സ്റ്റിന്റ് ആൻഡ് എക്സ്റ്റന്റ് സ്പീഷീസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജീനസ്, ക്ലാഡ്, ഫാമിലി, ഓർഡർ. അതും നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്താം. എന്താ? ദാറ്റ്സ് ക്ലാഡ്. ജീനസോ ഫാമിലിയോ ഓർഡറോ ഒന്നുമല്ല, പിന്നെ എന്താണ്? ക്ലാഡ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ, ദ കോമ്പൗണ്ട് ഫൗണ്ട് ഇൻ Camellia sinensis leaf. Camellia എന്ന് പറയുന്നത് നമുക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അല്ലേ. അപ്പൊ അതിൽ കാണുന്ന ഒരു കോമ്പൗണ്ട് ആണ് വിച്ച് കോൺട്രിബ്യൂട്ട് ദ ഫ്ലവർ ആൻഡ് ഹീൽ ബെനിഫിറ്റ് ബൈ ആക്ടിങ് ആസ് ആൻ ആന്റി ഓക്സിഡന്റ്. ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ടാനിൻ, തിയോബ്രോമൈൻ, കാറ്റ്കിൻ, ദെൻ ക്യാപ്സൈസിൻ. ഏതായിരിക്കാം? ഏതിലാ കാണുന്നേ? Camellia sinensis-ലാണ് കാണുന്നത് കേട്ടോ. സോ നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത ആൻസറിലേക്ക് എത്താം. കാറ്റ്കിൻ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഒരു ആന്റി ഓക്സിഡന്റ് ആണെന്ന് കൂടി ഓർത്ത് വെക്കുക കേട്ടോ. ചിലപ്പോൾ തിരിച്ചു ചോദിക്കാം, എന്താ ഈ ആന്റി ഓക്സിഡന്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്ലാന്റ് ഗ്രൂപ്പ് ഏതാണെന്ന് വേണമെങ്കിലും ചോദിക്കാം. ദ ഓയിൽ സീഡ് പ്ലാന്റ്
which is a rich source of alpha linolenic acid and essential omega-3 fatty acid. Glycine max, Helianthus annuus, then Linum usitasimum, then Arachis hypogia. ഏതായിരിക്കാം? ഓയിൽ സീഡ് ആണ്, ഓയിൽ സീഡ് പ്ലാന്റ് ആണ്, ആൽഫ ലിനോളിക് ആസിഡ് അല്ലത് എസെൻഷ്യൽ omega-3 ഫാറ്റി ആസിഡ് ആണ്. അതിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഗ്ലൈസിൻ മാക്സ് ആണോ, ഹെലിയാന്തസ് ആണോ, അതേപോലെ ലിന ആണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ലിനം യൂസിറ്റാറ്റിസിമം ആണ് അതിന്റെ ആൻസർ ആയിട്ട് വന്നത്. നമ്മുടെ ഫ്ലാക്സ് സീഡ് എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. നെക്സ്റ്റ്, in embedded material commonly used for electron microscopy, due to its excellent contrast and ability to be a section in a ultra thin slices. നമ്മൾ MSc ഒക്കെ പഠിക്കുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, എംപഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ യൂസ് മൈക്രോടോം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് വളരെ തിന്നായിട്ട് അൾട്രാ തിൻ സ്ലൈസസ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഇതിൽ ഏതായിരിക്കാം എന്നാണ് ചോദിക്കുന്നത്. പാരാഫിൻ വാക്സ്, റെസിൻ, ജെലാറ്റിൻ, അഗർ. ഇതിന്റെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ പാരാഫിൻ വാക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് കുത്താനായിട്ട് അല്ലെങ്കിൽ മാർക്ക് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടാകും. പക്ഷെ പോവരുത്, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, റെസിൻ ആണ് കേട്ടോ. റെസിൻ ആണ് അൾട്രാ തിൻ സ്ലൈസസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ആൻഡ് നെക്സ്റ്റ്, the micronutrient essential for nitrogen fixation in leguminous plants. നമ്മുടെ പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികൾ ലെഗുമിനസ് പ്ലാന്റ്സിൽ നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു മൈക്രോ ന്യൂട്രിയന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ബോറോൺ, മോളിബിഡനം, സിങ്ക്, കോപ്പർ. ഏതായിരിക്കാം? ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഒരു മൈക്രോ ന്യൂട്രിയന്റെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ. ഇതിന്റെ ആൻസർ വന്നത് ഓപ്ഷൻ ബി ആണ്, മോളിബ്ഡനോ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the staining technique specifically used to visualize structure in the nucleus, especially DNA and RNA. ഏതായിരിക്കാം? staining technique. The staining technique specially used for നമ്മുടെ ന്യൂക്ലിയസും അതേപോലെ DNA RNA ഒക്കെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഹെമാറ്റോസൈലിൻ ഇയോസിൻ സ്റ്റെയിനിങ്, ഫ്യൂൾജിൻ സ്റ്റെയിനിങ്, പീരിയോഡിക് ആസിഡ് സ്ട്രിപ്പ് സ്റ്റെയിനിങ്, മാസൺസ് ട്രൈക്രോം സ്റ്റെയിനിങ്. ഏതായിരിക്കാം? നമ്മുടെ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ RNA കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഫ്യൂൾജൻ സ്റ്റെയിനിങ് ആണ് കേട്ടോ. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഫ്യൂൾജൻ സ്റ്റെയിനിങ് ആണ് ആൻസർ ആയിട്ട് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The enzyme commonly used as a marker in histochemistry which is responsible for the breaking down hydrogen peroxide into water and oxygen. അതില് നമുക്ക് ഹിസ്റ്റോകെമിസ്ട്രി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ എൻസൈം ആണ്. അപ്പൊ അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? ഹൈഡ്രജൻ പെറോക്സൈഡിനെ വാട്ടറും അതേപോലെ തന്നെ ഓക്സിജനുമാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈമിന്റെ പേരെന്താന്നാ ചോദിച്ചിരിക്കുന്നത്. പെറോക്സിഡൈസ്, ലിപ്പേസ്, കാറ്റലൈസ്, അമിലൈസ്. നമ്മുടെ ആൻസർ വന്നത് ഓപ്ഷൻ സി ആണ്, കാറ്റലൈസ് ആണ് അതിന്റെ ആൻസർ വന്നത്. അപ്പോൾ നമ്മൾ ഒരു മാർക്കറായിട്ടാണ് ഹിസ്റ്റോകെമിസ്ട്രി അതിന് യൂസ് ചെയ്യുന്ന എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുവാണ്? ഹൈഡ്രജൻ പെറോക്സൈഡിനെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്? വാട്ടറും ഓക്സിജനും ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിനെ കൺവേർട്ട് ചെയ്തെടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the histochemical stain commonly used to identify the presence of polysaccharide and glycoproteins in tissue. ടിഷ്യൂസിലെ ഗ്ലൈക്കോപ്രോട്ടീൻസിനെയും പോളിസാക്കറൈഡ്സിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണെന്ന് ചോദിക്കുന്നത്. ആൽഷ്യൻ ബ്ലൂ സ്റ്റെയിനിങ്, ഹെമാറ്റോസൈലിൻ ആൻഡ് ഇയോസിൻ സ്റ്റെയിനിങ്, ഗെയിംസ സ്റ്റെയിനിങ്, മാസോൺസ് ട്രയോം സ്റ്റെയിനിങ്. ഏതായിരിക്കാം യൂസ് ചെയ്യുന്നത്? ഹിസ്റ്റോകെമിസ്ട്രി യൂസ് ചെയ്യുന്നതാണ് പോളിസാക്രൈഡ്സിനെയും ഗ്ലൈക്കോപ്രോട്ടീൻസിനെയും തിരിച്ചറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ആണ്. ആൻസർ ആൽസിയൻ ബ്ലൂ സ്റ്റെയിനിങ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻജിയോസ്പേം the primary function of the suspensor during embryonic development is, നമ്മുടെ ആൻജിയോസ്പേമില് സസ്പെൻസർ ഉണ്ടല്ലോ, എംബ്രിയോജനിക് ഡെവലപ്മെന്റ് സമയത്ത് ഉണ്ടാവുന്ന സസ്പെൻസറിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചേക്കണം കേട്ടോ. ന്യൂട്രിയൻ അബ്സോർപ്ഷൻ ഫ്രം ദ എൻഡോസ്പേം, പ്രൊട്ടക്ഷൻ ഓഫ് ദ എംബ്രിയോ ഇൻസൈഡ് സീഡ് കോഡ്, push the embryo deeper into the endosperm within the seed coat, facilitating water uptake from the soil. എന്തായിരിക്കും സസ്പെൻസറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ആൻജിയോസ്പേംസിൽ കാണുന്നതാണ് ഈ സസ്പെൻസർ. അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്,
പുഷ് ദ എംബ്രിയോ ഡീപ്പർ ഇൻ ടു ദ എൻഡോസ്പോം വിത്തിൻ ദ സീഡ് കോഡ്. ആ ഒരു എംബ്രിയോനെ എൻഡോസ്പോമിലേക്ക് എന്ത് ചെയ്യുവാണ്, പുഷ് ചെയ്യുവാണ്. അങ്ങനെ പുഷ് ചെയ്യുമ്പോഴാണ് അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം കുറച്ചുകൂടി കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ 120 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു 3 പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള പാർട്ടുകളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്